learn from our mistake. It's better to learn from other people's mistakes too. വാറൻ ബുഫറ്റ്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുത്തുന്നത് ഏറ്റവും പരിചയസമ്പന്നരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും ഈ വാറൻ ബുഫറ്റ് പറഞ്ഞതാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു കാര്യങ്ങൾ വളരെ പ്രയോജനപ്പെടും. അതായത് എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ സാധാരണ ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുന്നത് ഒന്നുകിൽ അവർ കരിയറിൽ ഒരു പൊസിഷനിൽ എത്തിയ ശേഷമായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾ ചിന്തിക്കുന്നത് ഒരു പ്ലേസിൽ എത്തട്ടെ എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരിക്കലുമല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും നേരത്തെ തുടങ്ങുകയും അതിൻ്റെതായ സുതാര്യതയോടെ അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട ഈ 5 കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒന്നാമത്തെ പോയിന്റാണ്, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒരിക്കലും നമ്മുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കാനായിട്ട് പാടില്ല. അതായത് മാർക്കറ്റിൽ നടക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ വോളറ്റാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ടാകരുത് നമ്മുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ വീക്കിൽ വളരെയധികം മൂവ്മെന്റ് നടന്ന ഒരു സ്റ്റോക്ക് ആണെന്ന് വിചാരിക്കുക. അത് മാത്രം നോക്കി ആ ഒരു ബേസിൽ ഒരിക്കലും നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല, ആ സ്റ്റോക്ക് വാങ്ങാനായിട്ട് പാടില്ല. കാരണം ഒരു പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് കൂടി ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് പോപ്പുലർ ആവുകയും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വയലന്റ് ആയിട്ട് മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റ് അതിനേക്കാളും ഫാസ്റ്റ് ആയ രീതിയിൽ തിരിച്ചു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന മാർക്കറ്റിലെ മൂവ്മെന്റ്സ് ഒരിക്കലും നമ്മൾ ലോങ് ടൈം സ്റ്റോക്കിലേക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ലോങ് ടൈം എടുക്കാനായിട്ട് എന്ത് ചെയ്യണം? പ്രധാനമായിട്ടും നമ്മൾ ആ കമ്പനിയുടെ കാര്യങ്ങളിലോട്ടാണ് കടക്കേണ്ടത്. അതിനാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയും. അതായത് നമ്മൾ കമ്പനിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ കമ്പനി പാസ്റ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത്, ഈ കമ്പനിയുടെ മൂവ്മെന്റ്സ് ഇയർ ബൈ എങ്ങനെയായിരുന്നു നടക്കുന്നത്, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ക്യാപിറ്റലിനെ കുറിച്ച് നോക്കുക, കമ്പനിയുടെ ലയബിലിറ്റീസ് ഓൾസോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ. ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡേ ടു ഡേ ലൈഫിൽ മാർക്കറ്റിൽ നടക്കുന്ന മൂവ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതിന് പകരമായിട്ട് കമ്പനിയെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഏതൊരു കമ്പനിയിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും, ഈവൻ നമുക്ക് ബാലൻസ് ഷീറ്റ് അടക്കം നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അന്വൽ റിപ്പോർട്ട്സ് നമുക്കിപ്പോൾ എന്താ ഗൂഗിൾ ചെയ്താൽ കിട്ടില്ലാത്തത് അല്ലേ. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നോക്കുക, ആ കമ്പനിയുടെ അന്വൽ റിപ്പോർട്ട്സ് നോക്കാം, ബാലൻസ് ഷീറ്റ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കി വേണം നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്യാനും ആ ഒരു സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി. കാരണം ഇത് എപ്പോഴും നമ്മുടെ റിസ്ക് മാനേജ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ റിസ്കിന് അനുസരിച്ചിട്ടാണോ, നമുക്ക് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയൊരു രീതിയിലാണോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, ഓപ്ഷൻ ഫോർ ടൈലർ മെയ്ഡ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ്. അതായത് ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്ട്രാറ്റജീസ് കാണുമല്ലോ. നമ്മൾ ഇത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര രൂപ റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നു, നമുക്ക് ഇത്ര രൂപ റിസ്ക് അഫോർഡബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബേസിലാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ഓപ്ഷൻസ് നോക്കുക. കറക്റ്റ് ഒരു സ്റ്റോക്ക് കണ്ടെത്തി ആ ഒരു സ്റ്റോക്കിലേക്ക് എൻ്റെ കയ്യിലുള്ള മുഴുവൻ എമൗണ്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ രീതിയിൽ ഒരിക്കലും വരാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ഓപ്ഷൻസ് പരിശോധിക്കേണ്ട ഒരു രീതി. അതായത് ഇപ്പം നമ്മളൊരു 4-5 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മളൊരു 10 ലാഖാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊരു 5 സ്റ്റോക്കിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. കാരണം ഇപ്പം നമ്മൾ എല്ലാം അനലൈസ് ചെയ്ത ഒരു കമ്പനിയാണെന്ന് എല്ലാ രീതിയിലും ഫണ്ടമെന്റലി ടെക്നിക്കലി എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടെത്തിയ ഒരു സ്റ്റോക്ക് ആണെങ്കിൽ പോലും നമുക്കറിയാം സിറ്റുവേഷൻ ബേസിൽ ആ ഒരു കമ്പനിക്ക് ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈവൻ നമ്മളിപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽ കൂടെ പോലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അല്ലേ. അപ്പം നാളെ എന്ത് എന്ന് നമുക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു മാർക്കറ്റിനും പറ്റില്ല, ഈവൻ കമ്പനിക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നിട്ട് ആ കമ്പനി പെട്ടെന്ന് ഡൗൺ ആയി പോവാനോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ മൂല്യം ഇടിയാനോ ഉള്ള ചാൻസ് വരും. അപ്പം അതുകൊണ്ട് നമുക്കത് പ്രെഡിക്റ്റബിൾ അല്ല. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം ഓപ്ഷൻ ബേസിൽ ഒരു കുറേ കമ്പനികളിൽ 4-5 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് 2 ഫലമുണ്ട്. ഒന്ന്, നമുക്ക് ഒരിടത്തൊരു ഇച്ചിരി നമ്മുടെ
എമൗണ്ടിൽ ഒരു കുറവ് വന്നാൽ പോലും അത് നമുക്ക് മറ്റൊരിടത്തു നിന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്ന്. അതുപോലെ തന്നെ പല കമ്പനികൾ അല്ലെങ്കിൽ പല സ്റ്റോക്കുകളിലും ഡിഫറെന്റ് റേറ്റ്സിലാണല്ലോ നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലയിടത്ത് റിട്ടേൺ കുറവാണെങ്കിൽ നമുക്ക് ഹൈ റിട്ടേൺസും എടുക്കാനുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കമ്പനി സെലക്ട് ചെയ്യാതെ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തതാണ് ഓൾവേസ് സെറ്റ് എ ഗോൾ എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ പേര് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, എപ്പോഴും ഇൻവെസ്റ്റ് നല്ലതാണ്. ആ ഒരു രീതിയിൽ ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് നമ്മുടേതായ ഒരു ലക്ഷ്യം കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ എന്നതിൻ്റെ ഉത്തരം. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഞാനൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഇന്നൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം നിങ്ങൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയാനുള്ളൊരു മറുപടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് പറയുന്നത്, നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ ഇത്ര രൂപ ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ ഇത്ര രൂപ റിട്ടേൺ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, എനിക്ക് റിസ്ക് ഇത്ര അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ എൻ്റെ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു ലക്ഷ്യത്തിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈവൻ ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇന്ന് ധാരാളം മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് നോക്കുക. അതിനെക്കുറിച്ച് നമ്മുടെ പൈസ ഒരു 100 രൂപയാണെങ്കിലും 1 lakh ആണെങ്കിലും നമ്മുടെ എമൗണ്ട് അത് നമ്മൾ വളരെയധികം അതിന് പിന്നിൽ പ്രയത്നമുണ്ട് അല്ലേ. നമുക്ക് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എമൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അത്രമേൽ സുരക്ഷിതമായ ഒരിടത്ത് വേണം നമ്മൾ അത് കീപ്പ് ചെയ്യാനും. തന്നെയല്ല, അതിൽ നിന്ന് നമുക്ക് നല്ലൊരു റിട്ടേൺസ് ഏൺ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. 4ാമത്തെ പോയിന്റാണ് അണ്ടർസ്റ്റാൻഡ് യുവർ ജേർണി ആൻഡ് ഗോൾസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അതായത് അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിനോട് ഇത് സാമ്യമുണ്ട്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഓരോരുത്തരുടെയും റിസ്ക് റിവാർഡ് റേഷ്യോസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. മറ്റൊരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ആയിരിക്കില്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ ജസ്റ്റ് ഒരു വാക്കിൻ്റെ പേരിൽ നിങ്ങൾ ഇപ്പം എക്സാമ്പിൾ ഒരു കമ്പനി പറഞ്ഞിട്ട് കമ്പനി എ ആണ്, കമ്പനി ബി ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ പറയുകയാണ് കമ്പനി എയിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, അതാണ് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്നത്, കമ്പനി ബി വളരെ മോശമാണ്. ആ ഒരു വാക്കിൻ്റെ ബേസിൽ ഒരിക്കലും നമ്മൾ കമ്പനി എയിലോട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ പകരം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം കമ്പനി എയെ കുറിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ബിയെ കുറിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് അനലിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. റിസർച്ച് അനലിസ്റ്റിനെ സമീപിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു കമ്പനിയുടെ ഫണ്ടമെന്റലി ടെക്നിക്കലി അനലൈസ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നു എന്നുള്ള ബേസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, കാരണം മറ്റൊരാളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ അല്ല നമ്മുടേതെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. കാരണം നമ്മുടെ കയ്യിലുള്ള എമൗണ്ടും നമ്മുടെ ഇൻകവും നമുക്ക് മാത്രം അറിയത്തുള്ളൂ അല്ലേ. അപ്പം അതിൽ നിന്ന് നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നു അതല്ല മറ്റൊരാളുടെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരാൾ പറയുന്നതിൻ്റെ ബേസിൽ ഒരിക്കലും നമ്മൾ ആ ഓറൽ ബേസിൽ നമ്മൾ പോയിട്ട് ട്രേഡ് എടുക്കാനായിട്ട് പാടില്ല, സ്റ്റോക്ക് വാങ്ങിച്ച് കൂട്ടാനും പാടില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ തെറ്റിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകളും കൂടെ നമുക്കൊരു പാഠമായിട്ട് മാറണം. ആ ഒരു തെറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പരിചയസമ്പന്നര് പലരും തെറ്റുകൾ വരുത്തുന്നു എന്ന് പറഞ്ഞല്ലോ. അവരതിൽ നിന്നും എങ്ങനെയാണ് കരകയറിയത്? അവരെന്നുള്ള ശക്തമായിട്ടുള്ള പോർട്ട്ഫോളിയോ മേക്ക് ചെയ്തതിലൂടെയാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടു വരികയും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പുതിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കുമ്പോൾ ആ പഴയ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ളൊരു ഫീൽഡിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ് കൺട്രോളിങ് അല്ലേ, ട്രേഡിംഗ് സൈക്കോളജി. അത്യാവശ്യം ട്രേഡ് ഒരു 6 month എങ്കിലും ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രേഡിംഗ് സൈക്കോളജി അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അത് അവർക്കറിയാം, ചെയ്തിട്ടുള്ള വ്യക്തികൾക്കറിയാം എങ്ങനെയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നതും ഒരു 6 months മാർക്കറ്റിനെ പരിചയപ്പെട്ടിട്ട് അവിടെ നിൽക്കുന്നതും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. കാരണം പെട്ടെന്ന് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് മാനിപ്പുലേഷൻ അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഗാംബ്ലേഴ്സ് ഫാലസി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അവിടെ ഇതൊരു ഈസി മണി മേക്കിംഗ് മെത്തേഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോകെ അല്ലെങ്കിൽ ഒരു 2-3 മാസങ്ങൾ ആ ഒരു ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരിക്കലും ഈസി മണി മേക്കിങ്ങിനുള്ളൊരു ഫീൽഡ് അല്ല. ഇവിടെ വളരെ മെൻ്റൽ സ്ട്രെയിൻ ഉള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം നന്നായിട്ട് നമ്മുടെ സൈക്കോളജി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് കിട്ടാനും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിലനിന്ന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പറയുന്നത് മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുക എന്ന്. കാരണം ഒരു തെറ്റ് നമ്മൾ ട്രേഡിങ്ങിൽ വന്നു, ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു,
നമുക്കവിടെ ഒരു മിസ്റ്റേക്ക് വന്നു, നമുക്കവിടെ നഷ്ടങ്ങളാണ് വന്നതെങ്കിൽ നമ്മളത് റിട്ടേൺ കിട്ടിയതിന് ശേഷം നമ്മൾ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആ ഒരു സ്റ്റോക്കിൽ എന്തുകൊണ്ടാണ് നഷ്ടം വന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിന് ഇടിവ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, പുറമേ നിന്നുള്ള അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് ആണോ അതോ ഇൻസൈഡ് ഫാക്ടേഴ്സ് ആണോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്നല്ല, ഏതൊരു സ്റ്റോക്കിലായാലും നമുക്ക് ആദ്യം തെറ്റുപറ്റിയ മേഖല ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. ആ ഒരു മേഖലകളിൽ ഇവിടെ തെറ്റുകൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞത് കൂടുതലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡ്, പൊസിഷൻ ട്രേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. കാരണം ഏറ്റവും ചെറിയ, നമുക്ക് ഏറ്റവും ആദ്യം തുടങ്ങാൻ പറ്റിയ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് നിക്ഷേപം തുടങ്ങുമ്പോൾ ആദ്യം ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിക്ഷേപം നടത്തുക. അതായിരിക്കും നമുക്ക്, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു പരിചയവും കിട്ടും. ഈ ഒരു ഫീൽഡിൽ നമുക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യം കിട്ടും. അപ്പം വലിയ വലിയ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെറിയ ചെറിയ റിട്ടേൺസ് ഏൺ ചെയ്ത് പഠിക്കുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് സജസ്റ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല സ്റ്റോക്സിനെ കുറിച്ചിട്ട്, മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഏതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റോക്ക് ഉള്ളത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഏതാണുള്ളത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പെട്ടെന്ന് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ചെയ്യരുത്. നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ആണ്, അത് വളരെ സുരക്ഷിതമായിട്ട് ഹൈ റിട്ടേൺസ് കിട്ടുന്നിടത്ത് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.